വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, സോഷ്യൽ മീഡിയ മുഴുവൻ ഇളകി മറിയുകയാണ്. ഇന്ത്യയിലേക്ക് ഒരു കപ്പൽ വന്നു, രണ്ടാമത്തെ കപ്പൽ വന്നു, മൂന്നാമത് ഇപ്പൊ LPG ടാങ്കർ നമ്മുടെ യുദ്ധക്കപ്പലുകളുടെ അഥവാ പടക്കപ്പലുകളുടെ അകമ്പടിയോടുകൂടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു നമ്മുടെ ഈ രാജ്യവിരുദ്ധർ, അങ്ങനെ തന്നെ പറയണം, അവര് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കാണിച്ച നെറികേടിന് ഇറാൻ അതിൻ്റെതായിട്ടുള്ള നാണയത്തിൽ മറുപടി നൽകിയില്ല. ഈ കോൺഗ്രസിന്റെ ചില ആൾക്കാരൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവർ ഇന്ത്യ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സ്വന്തം രാജ്യം നെറുകേട് കാണിച്ചു എന്ന് വളരെ അഭിമാന പുരസരം പറയുകയാണ് അവർ. അപ്പൊ അതിന് ഇറാൻ തിരിച്ച് അതേ നാണയത്തിൽ മറുപടി തന്നാൽ ഇന്ത്യ തെണ്ടിപ്പോകും എന്നാണ് ഇവരുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്, ഇവരുടെ പോസ്റ്റിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. കപ്പൽ വരാത്തപ്പോ കപ്പൽ വരാത്തതായിരുന്നു ഇവരുടെ പ്രശ്നം. കപ്പൽ വന്നപ്പോ കപ്പൽ വരുന്നതാണ് ഇവരുടെ പ്രശ്നം. കപ്പല് വന്നു കഴിഞ്ഞപ്പോൾ അത് ഇറാന്റെ ഔദാര്യം. റഷ്യയിൽ നിന്ന് നരേന്ദ്രമോദിക്ക് ഡിസ്കൗണ്ടിൽ എണ്ണ വ്ളാഡിമിർ പുടിൻ നൽകുമ്പോൾ അത് പുടിന്റെ കാരുണ്യം. സൗദി അറേബ്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിവിലിയൻ ബഹുമതി നൽകുമ്പോൾ അത് സൗദിയുടെ ദയ. FTA കരാർ യൂറോപ്യൻ യൂണിയൻ നമ്മളുമായിട്ട് നെഗോസിയേഷൻ ഇല്ലാതെ ഒപ്പിടുമ്പോൾ അത് അവരുടെ മണ്ടത്തരം. പോരാത്തതിന് ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് അവർക്ക് യാതൊരു ഗുണവും ഇല്ലാതെ ഏറ്റവും വലിയ ഇംഗ്ലണ്ടിന്റെ കരാർ ഇവിടെ നിന്ന് വ്യാപാര കരാർ ഒപ്പിട്ടുകൊണ്ട് പോയപ്പോ അത് ഇംഗ്ലണ്ടിന്റെ ബുദ്ധിശൂന്യത. ഇതിലൊന്നും ഇന്ത്യക്ക് ഒരു പങ്കുമില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇവരങ്ങനെയാണ് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ കഴിഞ്ഞ ദിവസം ഇവരുടെ ചെയ്യാൻ പറ്റില്ലെന്ന് ആര് പറഞ്ഞു? കാരണം കഴിഞ്ഞ 10-11 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയല്ലേ. ഇനിയും കുറച്ച് വർഷങ്ങളോട് അവിടെ ഇരിക്കും. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത വർഷം കൂടുമ്പോ ജനം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിനുള്ള താങ്ക്സ്. ആജീവനാന്ത അവിടെ ഇരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. പ്രതിപക്ഷത്തിരിക്കട്ടെ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. എന്തായിരുന്നാലും ഇറാൻ ഗ്യാസ് പ്രതിസന്ധി ഉണ്ടാക്കിയതിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഇവിടെയുള്ള മതമൗലികവാദികളാണ്. പാവപ്പെട്ട സാധാരണ മുസ്ലിങ്ങൾക്ക് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല. അവരവരുടെ അന്നന്നത്തെ അന്നത്തിനായിട്ടുള്ള ഓട്ടത്തിലാണ്. ഏഷ്യാനെറ്റൊക്കെ എടുത്ത് കാണുമ്പോൾ അവര് ഗ്യാസ് ഇല്ല, ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം റോ മെറ്റീരിയൽസ് ഒക്കെ അഴുവി പോകുന്നു, ഇറച്ചിയൊക്കെ അത് കേടായി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവര് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നാൽ മതി എന്നുള്ളതാണ്. പക്ഷെ ഇവിടെയുള്ള മതമൗലികവാദികൾക്ക് ഇറാന്റെ പക്ഷം നിന്ന് അവരിപ്പോഴും ആർപ്പ് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ റംസാൻ മാസത്തിൽ ഇറാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവരെയാണ് എന്ന് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇവർക്കാണ് ഈ സമയത്ത് ഏറ്റവും അധികം പാചകം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടാകുന്നത്. ഒരു 6 മണിയാകുമ്പോഴേക്കും ഇവർക്ക് നോമ്പ് തുറക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ ഗ്യാസ് പ്രതിസന്ധി ഉടലെടുത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇവർ വലിയ പ്രതിസന്ധിയിലായി പോയിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഹോട്ടൽസ് ഒക്കെ പൂട്ടി. ഇപ്പൊ പെരുന്നാൾ ആഘോഷത്തിന് ഇവിടെയുള്ള ഹോട്ടലുകളിലൊക്കെ ചാകരയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പല രീതിയിലുള്ള തിരിച്ചടികൾ ഇവർ നേരിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എന്റെ രാജ്യം മുടിഞ്ഞു കണ്ടാൽ മതി എന്നുള്ള ഒരു ലൈനിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇറാനിൽ നിന്ന് കപ്പൽ വരരുത്, ഇറാനിൽ നിന്ന് കപ്പൽ വരാതെ എന്റെ രാജ്യത്തെ ജനങ്ങൾ ഗ്യാസ് പ്രതിസന്ധിയിൽ ഉഴലുന്നത് എനിക്ക് കാണണം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അവർക്ക് ഇപ്പോ നമ്മുടെ ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുണ്ടല്ലോ, അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്ന വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയുടെ നയതന്ത്രത്തിൽ വളരെ വലിയ രീതിയിൽ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ യുദ്ധസമയത്ത് ഇറാനിൽ നിന്ന് കപ്പൽ കൊണ്ടുവരുന്നു, പോരാത്തതിന് GCC രാജ്യങ്ങളെ അനുനയിപ്പിച്ചു നിർത്തുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു, ചൈനയോട് നെഗോസിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതെങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര അൽ അറേബ്യ പോലെയുള്ള മാധ്യമങ്ങൾ ഇതാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനിടയിൽ വീണ്ടും ഒരു പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇപ്പൊ ഹോർമൂസ് സ്ട്രൈറ്റ് ആണ് അടച്ചിരിക്കുന്നത്. ഇനി ഇവര് അടയ്ക്കാൻ പോകുന്നത് ബാബ് അൽ മന്ദാബ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രൈറ്റ് കൂടെയുണ്ട്. ഇത് അടച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇതിനെക്കാട്ടിലും ഇരട്ടിയായി ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഇത് യമനിനും
ജിബൂട്ടി എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഇടയ്ക്ക് കിടക്കുന്ന സ്ട്രേറ്റ് ആണ് യമൻ. നമുക്കറിയാം ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹൂത്തികളുള്ള സ്ഥലമാണ് യമൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ബാബ് അൽ മന്ദാബ് സ്ട്രേറ്റ്, ഈ സ്ട്രേറ്റ് അടച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ലോകത്ത് എന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിൽ സമ്പൂർണമായിട്ടുള്ള ചരക്ക് നീക്കം നിലയ്ക്കുമോ? അത് ആ സമയത്ത് ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളതുപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വഴി കപ്പൽ വരാനുള്ള അനുമതി ഇറാൻ നൽകിയതുപോലെ, ആ നയതന്ത്ര വിജയം പോലെ അവിടെയും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അതിനിടയിൽ വരുന്ന വേറൊരു വാർത്ത എന്ന് പറയുന്നത് 5 വർഷത്തേക്കെങ്കിൽ 5 വർഷത്തേക്ക് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ സന്നദ്ധരാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അമേരിക്കയുമായിട്ട് ഞങ്ങളുടെ അഭിമാനം പണയം വെച്ചുകൊണ്ട് യാതൊരുവിധ ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ റഷ്യ നല്ലതുപോലെ ഇതിനിടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. റഷ്യ ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഇറാൻ ഇത് ഉൽപ്പാദിപ്പിക്കരുത്, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താ, ഇറാൻ ആയുധം ഉൽപ്പാദിപ്പിക്കരുത്, ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തനം ഒരു കാര്യം ചെയ്യാം, ഇറാനിലുള്ള യുറാനിയം മൊത്തം റഷ്യയിലേക്ക് മാറ്റാം എന്നാണ് ട്രംപിന് മുന്നിൽ റഷ്യ മുന്നോട്ട് വെച്ച പരിഹാരം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യുദ്ധം നിർത്തിക്കൂടെ? നിങ്ങൾക്കിപ്പോ ഇറാൻ ഉൽപ്പാദിപ്പിക്കില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ, അത് മൊത്തം ഇങ്ങോട്ടേക്ക് തന്നോളൂ എന്നുള്ളത്. അപ്പൊ ട്രംപ് അതും സമ്മതിച്ചില്ല. അതിനിടയിൽ റഷ്യയിൽ നിന്നുള്ള ഈ സബ്മറൈനുകൾ, റഷ്യയിൽ നിന്ന് ഇറാൻ നേരത്തെ മേടിച്ച് ഇട്ടിരിക്കുന്ന സബ്മറൈനുകൾ അവർ പണി ചെയ്ത് നീറ്റിലിറക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടെ പുറത്തു വരുന്നുണ്ട്. പിന്നെ ചൈനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറാന്റെ GPS സംവിധാനം ഒന്നും നമുക്ക് വേണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ ചൈന ബൈന്ദു എന്ന് പറയുന്ന അവരുടെ ഗൂഗിളിന് പകരമുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇറാനെ സഹായിക്കുന്നു. ഇറാന് പ്രസിഷൻ സ്ട്രൈക്ക് നടത്താൻ ആ ബൈന്ദു ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. അതുകൊണ്ട് ട്രംപിന് ഇപ്പൊ ചൈനയോടും കലിപ്പാണ്. ചൈനയോട് ഒരു സ്ഥലത്ത് കലിപ്പ് കാണിക്കുമ്പോഴും അടുത്ത സൈഡിൽ വന്ന് ചൈനയോട് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് ട്രംപ്, നിങ്ങൾ സഹായിക്കണം എന്ന് ട്രംപ് പറയുന്നുണ്ട്. അപ്പോ ഈ ബാബ് അൽ മന്ദാബിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് ഈ ബാബ് അൽ മന്ദാബ്? ഇത് പൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ലോകരാജ്യങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്? അതിനു മുമ്പ് നമുക്ക് ആദ്യം പറഞ്ഞ കമന്റ്, ഈ ഇറാന്റെ കാരുണ്യം എന്നൊക്കെ പറയുന്നത് അവര് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നലെ 2 or 3 പത്രസമ്മേളനം ഒരു എൻക്ലേവിലും നമ്മുടെ ഇന്ത്യയിലുള്ള ഇറാൻ അംബാസഡർ പങ്കെടുക്കുകയുണ്ടായി. മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയെ മറക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും. ആ കപ്പൽ തകർന്നു പോയപ്പോഴും സഹായവും എത്തിയ രാജ്യമാണ്. ഇന്ന് ഇന്ത്യ ഇറാന്റെ ഒരു കപ്പൽ ഇന്ത്യയുടെ കൊച്ചിയിലെ ഡോക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ സംരക്ഷിച്ചു വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 3 മണിക്കൂർ വെയിറ്റ് ചെയ്യൂ, ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്നാണ്. 3 മണിക്കൂറിനകം നമ്മുടെ അടുത്ത ഷിപ്പ് ഹോർമുസ് കടലെടുക്ക് കടന്ന് വരികയും ചെയ്തു. അതായത് വല്ലപ്പോഴും ഈ പോസ്റ്റ് ഇടുന്നവര് നാഷണൽ ചാനലുകൾ കാണുക എന്നുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം അതിനകത്ത് ഇറാന്റെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നൊരു കാര്യം, ഒരു വലിയ യുദ്ധം നടക്കുമ്പോൾ ഇറാന്റെ ഒരു സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ അവരുടെ അംബാസഡർമാരാണ്. ഒരു രാജ്യവും അവരുടെ അംബാസഡർമാരെ അനുവദിക്കാറില്ല വേറൊരു രാജ്യത്തിരുന്ന് യുദ്ധത്തെ കുറിച്ച് സംസാരിക്കാൻ. പക്ഷെ ഇന്ത്യ അദ്ദേഹത്തിന് ഓടി കൊടുത്തിരിക്കുന്നു. അതായത് പുള്ളി ഒരു മാധ്യമ സമാധാനം, എനിക്ക് തോന്നുന്നത് ഇന്ത്യ ടുഡേയുടെ എൻക്ലേവിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അതിനുശേഷം പത്രക്കാർക്ക് ബൈറ്റ് കൊടുക്കുന്നു. അദ്ദേഹം പത്രക്കാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്. അദ്ദേഹം പത്രക്കാരോട് പറയുന്നൊരു കാര്യം, ഇത് ഞാൻ ഈ രാജ്യത്തിരുന്ന് എനിക്ക് വേറൊരു രാജ്യത്തിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ പ്രോട്ടോകോൾ അനുസരിച്ച്. എങ്കിലും പുള്ളി പറഞ്ഞു വെച്ചു, ഞങ്ങളുടെ രാജ്യം പല രാജ്യങ്ങളോടും സഹായം അഭ്യർത്ഥിച്ചു കപ്പലിന്റെ കാര്യത്തിൽ, ആരും തിരിഞ്ഞു നോക്കിയില്ല. അവരുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഞാൻ വേറൊരു രാജ്യത്താണ്, പ്രോട്ടോകോൾ അനുസരിച്ച് എനിക്കത് പറ്റില്ല. പക്ഷെ ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം നമ്മൾ കൃത്യമായിട്ട് അയാളുടെ ഫേസ്ബുക്ക് എക്സ്ലേ പോസ്റ്റും ഈ ഇറാൻ അംബാസഡറുടെ എക്സ്ലേ പോസ്റ്റും അദ്ദേഹത്തിന്റെ പരിപാടികളും നമ്മൾ കൃത്യമായി നാഷണൽ മീഡിയാസ് സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അതിൽ തന്നെ അയാൾ വ്യക്തമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കും. അതിൽ കൂടുതൽ മറുപടി ഒന്നുമില്ല. അതായത് വിവരമുള്ളവർക്ക് കാര്യം മനസ്സിലാവും, വിവരമില്ലാത്തവർ അങ്ങനെ പോസ്റ്റ് ഇടും എന്ന് മാത്രമേ അതിൽ നിന്ന് വ്യക്തമാകുന്നുള്ളൂ. അവരുടെ വിവരമില്ലാത്ത എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്, ഒരു 5% പോലും ഇല്ല. കാരണം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ പറയുന്ന ഈ ഹോർമുസ് കടലെടുക്കാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ചർച്ചയായി മാറിയെങ്കിൽ ഈ ചർച്ചയായി മാറാൻ പോകുന്ന ഒരു കടലെടുക്ക് എന്ന് പറഞ്ഞാൽ ബാബ് അൽ മന്ദിബ് എന്ന് പറയുന്ന ഒരു കടലെടുക്കാണ്. യമനിലുള്ള ഒരു 26 to 31 കിലോമീറ്റർ വീതിയുള്ള ഇതിന്റെ ഈ ഹോർമുസ് കടലെടുക്കിന്റെ വീതി 21 കിലോമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെത് 36 കിലോമീറ്റർ ആണ്. 36 താഴെയാ വരുന്നത്. ആ കടലെടുക്ക് യമന്റേത് ഹൂത്തികളുടെ അണ്ടറിൽ കിടക്കുന്ന ഒരു കടൽപ്പാതയാണ്. ഈ കടൽപ്പാതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോർമുസ് കടലെടുക്ക് ചെങ്കടൽ വഴി സൂയസ് കനാലിലേക്ക് കടന്ന് അത് യൂറോപ്പിലേക്കും മറ്റൊരു ഭാഗം ഏഷ്യയിലേക്കും ഇന്ധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു റൂട്ടായിരുന്നു, ഒരു കടലെടുക്കാണ്. ഈ പറയുന്ന ഈ ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് എണ്ണ പോകുന്ന
അതുമായി ബന്ധിപ്പിക്കുന്ന ഒരു റൂട്ടാണ്, ചരക്ക് ഗതാഗതമുള്ള റൂട്ടാണ്. എണ്ണ മാത്രമല്ല, ഈ എണ്ണ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, ചരക്ക് ഗതാഗതം എന്ന് തന്നെ പറയണം. അത് എല്ലാവിധ ചരക്കുകളും ഉണ്ട്, ഇറക്കുമതി ചെയ്യുന്നതും കയറ്റുമതി ചെയ്യുന്നതായിട്ടുള്ള ചരക്കുകൾ. അപ്പം ഇത് നിൽക്കുന്ന ഒരു റൂട്ടാണ്. അതായത് കൃത്യമായി പറഞ്ഞ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ഈ 4 ഈ ഉപഭൂഖണ്ഡങ്ങളെയും ഇത് ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. വെറും 2 കടലിടുക്ക് ബ്ലോക്ക് ആകുമ്പോൾ ഇത്രയും സ്ഥലത്തിനെ അത് ബാധിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാന്റെ ഭരണാധികാരികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ 100 രൂപ കഴിഞ്ഞതല്ലേ ഉള്ളൂ ക്രൂഡ് ഓയിലിന്, 200 രൂപ കഴിയുന്നത് എങ്ങനെ നിങ്ങൾ കാണിച്ചു തരാമെന്ന്. അതാണ് ഈ കടലിടുക്ക് അടച്ച. അതായത് നിലവിൽ ഹൂത്തികൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് വെച്ചാൽ, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്കയും മറ്റുമൊക്കെ ഹൂത്തികളും ഹിസ്ബുള്ളയായിട്ടൊക്കെ ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു. അവർ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇറാന്റെ 3ാമത്തെ ഘട്ടത്തിൽ അവർ പങ്കെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് ഇവിടെ ശക്തമായ ഒരു ആക്രമണം നടത്തും. അതായത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. റെഡ് സീ, ഗൾഫ് ഓഫ് ഏതൻസിനെ ബന്ധിപ്പിക്കുന്ന, അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും റൂട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇങ്ങോട്ടേക്കുള്ള ചരക്കിനെ അത് വലിയ രീതിയിൽ ബാധിക്കില്ല, പക്ഷെ ബാധിക്കുകയും ചെയ്യും. ഇത്രയും ഹോർമസിന്റെ അത്രയും ബാധിക്കില്ല. പക്ഷെ യൂറോപ്പിനെയും മറ്റു രാജ്യങ്ങളെ, ആഫ്രിക്ക അടക്കം ഒരുപാട് രാജ്യങ്ങളെ അത് ബാധിക്കുന്നതാണ്. ഇതുകൊണ്ടാകണം കഴിഞ്ഞ ദിവസം ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് എല്ലാ രാജ്യങ്ങളോടും, ചൈനയുടെ അടക്കം അഭ്യർത്ഥിച്ചത് നിങ്ങളുടെയൊക്കെ യുദ്ധക്കപ്പൽ കൊണ്ടുവരണം, നമുക്ക് ഹോർമസ് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. അതിനിടയിൽ ഇന്ന് 1988 അന്ന് ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയത്തിലില്ല, അദ്ദേഹം ബിസിനസ്സുകാരനാണ്. അന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നതിന്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലായിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഇറാൻ ആക്രമിക്കണം, ഗാർഗെ തുറമുഖം പിടിച്ചെടുക്കണം, ഗാർഗയുടെ ആ ദ്വീപ് നമ്മൾ പിടിച്ചെടുക്കണം എന്ന് അന്ന് പറയുന്നുണ്ട്. ആ കാര്യങ്ങളാണ് ഇപ്പൊ നടപ്പാക്കുന്നതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ പഴയ പോസ്റ്റ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ഇറാൻ, നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു, ഇറാനെ ഈ ചൊറിഞ്ഞ് അവർ നിൽക്കില്ല ഇനി. കാരണം അവരെ സംബന്ധിച്ച് ഈ വാർ എത്രത്തോളം വേണമെങ്കിൽ നീട്ടിക്കൊണ്ട്, ഞാൻ അതിന്റെ ഒരു തിയറി പറഞ്ഞു തന്നു. അവരുടെ കയ്യിലുള്ള ഡ്രോണും മിസൈലും വാരി ഇടേണ്ട ആവശ്യമില്ല, ഡെയിലി 2 വെച്ച് വിട്ടാൽ മതി. സ്വസ്ഥത ഉണ്ടാവില്ല മിഡിൽ ഈസ്റ്റില്. ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന മിസൈലുകളും അല്ലെങ്കിൽ ഡ്രോണുകളും വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സേഫ് അല്ല, സ്വസ്ഥത ഉണ്ടാവില്ല. അത് അവർക്ക് എത്ര നാൾ വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും. ചാവേർ സ്ഫോടനങ്ങൾ എത്ര നാൾ വേണമെങ്കിലും അവർക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും. ഉത്തര കൊറിയ രംഗത്ത് എത്തിയിരിക്കുന്നു. ഉത്തര കൊറിയയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇറാൻ അല്ല. ഉത്തര കൊറിയയുടെ പ്രശ്നം ഇപ്പോൾ ദക്ഷിണ കൊറിയയും അമേരിക്കയും കൂടെ ചേർന്ന് സംയുക്തമായിട്ടൊരു സൈനിക അഭ്യാസം ഉത്തര കൊറിയയുടെ മറുകരയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഉത്തര കൊറിയ ചൊടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജപ്പാൻ കടലിലേക്ക് ഉത്തര കൊറിയ ഒരു മിസൈൽ വിട്ടു. അത് ഇറാനുമായിട്ടുള്ള ബന്ധമില്ല, വേണമെങ്കിൽ ഇറാനുമായിട്ട് കണക്ട് ചെയ്യാം. ഇന്നലെ കിങ് ജോണിന്റെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്, എന്നെ കൊണ്ട് ആയുധം എടുപ്പിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒട്ടും മടിക്കത്തില്ല ഞാൻ ആയുധം എടുക്കാൻ. കാരണം അപ്പുറത്തെ സ്ഥലത്ത് ദക്ഷിണ കൊറിയയും അമേരിക്കയും കൂടി ചേർന്നുകൊണ്ട് അവിടെ സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്നുണ്ട്. ഇതാണ് പുള്ളിക്കാരനെ ചൊടിപ്പിക്കുന്ന വിഷയം. അതാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു UK ഒരു യുദ്ധ വിദഗ്ധൻ പറഞ്ഞതുപോലെ, ഇത് പ്രാദേശിക തലത്തിലേക്ക് വ്യാപിക്കുകയാണ് യുദ്ധം. ഇറാനെ സംബന്ധിച്ച് ഈ യുദ്ധം അവർക്കിപ്പോ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇപ്പോൾ ഈ യുദ്ധം നിർത്തേണ്ട ആവശ്യം എന്ന് വെച്ചാൽ അമേരിക്ക, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാത്തൊരു കാര്യം, എന്താണ് അമേരിക്കയുടെ ലക്ഷ്യം? ഇസ്രായേലിന് ലക്ഷ്യമുണ്ട്. ഇസ്രായേലിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഖമേനി ഭരണകൂടം പോയി കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്നത് ഹൂത്തിയും ഹിസ്ബുള്ളയും ഹമാസും അടക്കമുള്ള ആ ഒരു നെറ്റ്വർക്ക് തകരും എന്നവർ കരുതുന്നു. അത് ഏറെക്കുറെ ശരിയുമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഇവരുടെ ആണവ ആയുധങ്ങളും ഇല്ലെങ്കിൽ ആയുധപര ശേഷികളും എല്ലാം കുറയ്ക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യം. കുറഞ്ഞ പക്ഷം ഈ ഇറാൻ ഒരു 10-20 കൊല്ലത്തേക്ക് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഭയക്കണ്ട കുറച്ച് നാളത്തേക്ക്. കാരണം അത്രത്തോളം അടിച്ച് ബാക്കോട്ട് കളയുക എന്നുള്ളതാണ്. അതിനകത്ത് ഇസ്രായേൽ അവർ വിജയിച്ചിരിക്കുന്നു ആ കാര്യത്തിൽ. അമേരിക്കയ്ക്ക് എന്താണ് ടാർഗറ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും അവർക്കില്ല. എന്താണ് അവരുടെ ലക്ഷ്യം? ഈ പറയുന്ന ആണവായുധങ്ങൾ നശിപ്പിക്കലാണോ? ആണവായുധങ്ങൾ നശിപ്പിക്കൽ വിദഗ്ധരൊക്കെ പറയുന്നത് അങ്ങനത്തെ നശിപ്പിക്കൽ നടക്കത്തില്ലെന്നാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്തെടുത്ത് വെച്ചിരിക്കുന്ന സാധനമല്ല. ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു സാധനമാണെങ്കിൽ കുടുപ്പിക്കാത്തിട്ടുണ്ട് എടുത്തുകൊണ്ട് പോകാം, ഇല്ലെങ്കിൽ അവിടെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റും. ഇത് അങ്ങനെ പറ്റുന്ന ഒരു സാധനമല്ല ഇത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ എന്തിനാണ് അവരുടെ അടുത്ത ലക്ഷ്യം എന്താണ്? ഇത് ലക്ഷ്യമില്ലാത്ത ഒരു യുദ്ധമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക പതുക്കെ ആ യുദ്ധത്തിന്റെ കാഠിന്യം അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. അവരുടെ 13 പട്ടാളക്കാർ മരിച്ചു എന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്ക നടന്ന സർവേയിലായിട്ട് 25% താഴെ മാത്രമേ ഈ യുദ്ധത്തെ അനുകൂലിക്കുന്നുള്ളൂ. ട്രംപിന്റെ ഇമേജ് ഡെയിലി കുറഞ്ഞു വരുന്നൊരു സാഹചര്യം. അതായത് ഈ എന്താ പറയുക, തല കൊണ്ട് ഇട്ടുപോയി ഊരാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്. ഇത് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് എവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുമെന്നൊരു പിടുത്തവുമില്ല. ഇത് നീണ്ടുപോവുകയാണ്. നീണ്ടുപോകുമ്പോൾ അമേരിക്ക മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇറാൻ ഒറ്റയ്ക്കല്ല, ആരൊക്കെയോ ഇറാനെ രഹസ്യമായി സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തം. അത് റഷ്യയാകാം, ചൈനയാകാം,
ഇനി മറ്റു പല രാജ്യങ്ങളുമാണ്. കാരണം ട്രംപിനെ കണ്ണുനീരെ കണ്ടുകൂടാത്തവരാണ് ഈ കിടക്കുന്ന ഏഷ്യ കിടക്കുന്നവരും, ഇല്ലെങ്കിൽ ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ അതാണ്. അമേരിക്കക്കാർക്ക് പോലും പുള്ളിയെ കണ്ടുകൂടാ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ കൊമ്പൊടിയാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് ഒരു ഇന്ത്യക്കാരനും ചിന്തിച്ച തെറ്റ് പറയാൻ കഴിയില്ലല്ലോ. നല്ലതല്ലേ, അവരെ കൊമ്പടിന്ന് ഒടിഞ്ഞോട്ടെ, നമ്മുടെ ചെലവിൽ വേണ്ട, നമ്മളുടെ സപ്പോർട്ട് കൊടുക്കുന്ന ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികം ഒരു പക്ഷേ ഇന്ത്യക്കാരൻ ചിന്തിക്കുന്നുണ്ടാകാം. ഞാൻ പറഞ്ഞത് ഭരണാധികാരിയല്ല, ഇന്ത്യക്കാരൻ ചിന്തിക്കുന്നുണ്ടെന്നാണ്. റഷ്യ അവർക്ക് മാനുഷിക സഹായം എത്തിക്കുന്നത് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം റഷ്യ ഒരുപാട് സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ അവരുടെ യുദ്ധകാലങ്ങളിലൊക്കെ. മുമ്പ് ഇന്ത്യയുടെ ഷിപ്പുകൾ ഉക്രൈനില് വാർ നടക്കുന്ന സമയത്ത് റഷ്യയിൽ പോയി എണ്ണ എടുക്കുമ്പോൾ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ഷിപ്പ് വെറുതെ പോകുന്നതല്ല, ഇന്ത്യ ആയുധങ്ങളാണ് റഷ്യക്ക് കൊടുക്കുന്നത്. ഇതേ ആരോപണം പണ്ടും നമുക്ക് നേരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇറാൻ ഇറാഖ് യുദ്ധകാലത്തും മറ്റുമൊക്കെ നമ്മുടെ ഷിപ്പുകൾ എണ്ണയെടുക്കാൻ പോകുമ്പോഴും ഇതേ ആരോപണം അമേരിക്ക ഉന്നയിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. എണ്ണയെടുക്കാൻ വന്ന ടാങ്കറിൽ ആയുധം കയറ്റിയാണ് ഇന്ത്യ വിടുന്നത്, അതിന് പകരം എണ്ണയും വാങ്ങി തിരിച്ചു വരുന്നു എന്നാണ് ട്രംപ് കുറച്ചാൾ മുമ്പ് പറഞ്ഞൊരു കാര്യം. ഇനി ശരിയാണോ എന്നറിയില്ല. അതിന്റെ മെത്തേഡ് നോക്കുകയാണെങ്കിൽ റഷ്യയുടെ മാനുഷിക സഹായം എന്ന് പറയുന്നത് ചിലപ്പോൾ ആയുധങ്ങൾ വെച്ചിരുന്നിരിക്കാം. ഇവിടെയാണ് ഈ യുദ്ധം കടുത്തു പോകുമെന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം, ബാലിശമായിട്ടുള്ള ചിന്തയാണ് പലർക്കും. എല്ലാവരുടെയും ധാരണ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അമേരിക്ക ഭയങ്കര ടോപ്പ് രാജ്യമാണ്, ഒരുപാട് ആയുധങ്ങളുണ്ട്. ഇറാൻ അത്രയും ടോപ്പ് രാജ്യമല്ല, അപ്പൊ വന്ന് അടിച്ചിടാൻ പറ്റും എന്നുള്ളതാണ്. അടിച്ചിടുന്നതല്ല പ്രശ്നം, ഇതിങ്ങനെ നീറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രത്യാഘാതം. അടിച്ചിടുക എന്നുള്ള 2-3 ദിവസം കൊണ്ട് തീർക്കാവുന്ന ഇന്ത്യ കാണിച്ചു തന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ പടക്കേന്ന് പറഞ്ഞിട്ട് 3-4 ദിവസം അടിച്ചു തീർത്ത് നമ്മുടെ ലക്ഷ്യം പൂർത്തിയായി. ഇത് ലക്ഷ്യമില്ല, ഇത് എവിടത്തെ എന്ത് ലക്ഷ്യത്തിലേക്കാണ് ഈ പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഇതാണ് ഇതിനകത്ത് ഇത്. അത് തന്നെയല്ല, ഇപ്പൊ എന്ത് പറ്റി, GCC രാജ്യങ്ങളടക്കം ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിന് സംശയം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വന്ന ഒരു പ്രധാന വാർത്ത ന്യൂസ് മലയാളത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. ഖത്തർ, UAE, സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ ബ്രഹ്മോസിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്. കാരണം ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ് ബ്രഹ്മോസിന്. 500 കോടി രൂപയുടെ ഓർഡറാണ് വന്നിരിക്കുന്നത്. ഈ ആയുധ വിപണിയിൽ ഇന്ത്യ ഇപ്പൊ കുതിച്ചു കയറുക. ഇന്ത്യയുടെ പിനാകയും ബ്രഹ്മോസും ഒക്കെ മതി ആളുകൾക്ക്. കാരണം കുറച്ചുകൂടെ ഈ പരീക്ഷിച്ച് വിജയിച്ച ഒരു സാധനമാണ്. ബ്രഹ്മോസിന് പല ടൈപ്പുകളും ഉണ്ട്, അതിനൊക്കെ ആവശ്യക്കാർ. ഇന്നത്തെ നമ്മുടെ വാർത്ത അതിന്റെ കണക്ക് സഹിതം നമ്മൾ ഇതിന് നമുക്ക് അതിന്റെ കണക്ക് സഹിതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപയുടെ കച്ചവടമാണ് നടക്കുന്നതൊക്കെ ഉള്ളത് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ ഹോർമുസ് കടലെടുക്കല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ബാബ് അൽ മന്ദേബ്. അതോടെ കൂട്ടിക്കഴിഞ്ഞാൽ ലോകത്തെ ക്രൂഡ് ഓയിലിന്റെ വില പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോകും. ഇത് കിട്ടാത്തൊരു സാഹചര്യം വരും. ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും. നമ്മളെയും അത് ബാധിക്കും. ഇപ്പൊ തന്നെ നമ്മളെ ബാധിക്കുന്നുണ്ടല്ലോ. അത് ഗ്യാസ് ഇല്ല, അതിന്റെ ഷോർട്ടേജ് വരുന്നു. ഡീസലും പെട്രോളിന്റെ ഷോർട്ടേജ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് ലോകം പോകുന്നത്. ഇതൊരു വലിയ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് വെച്ചാൽ അത് സിന്ധു നദീജല കരാറാണ്, ബ്രഹ്മോസ് അല്ല. അതിന്റെ കെടുതികൾ പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു യുദ്ധം വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം അവർ കുടിവെള്ളമില്ലാതെ അല്ലെങ്കിൽ വെള്ളമില്ലാതെ അതിന് സമാനമായി തന്നെയാണ് ഈ കടലെടുക്ക് പൂട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ലോകത്തിനുണ്ടാകുന്ന പ്രത്യാഘാതം. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് എല്ലാവരും കൂടെ കപ്പലുമായിട്ട് വാ, എല്ലാവരും കൂടെ നിങ്ങൾ ആയുധം എടുത്തുകൊണ്ട് പോകാം, നമുക്ക് ഒന്നിച്ച് പണി നടത്താന്നുള്ളത്. ചൈന എന്തായാലും റിപ്ലൈ കൊടുത്തു കഴിഞ്ഞു. ചൈന പറയുന്നത് ഞങ്ങളില്ല, നിങ്ങൾ ചർച്ചയ്ക്കിലൂടെ ഇത് പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞു. UK പറയുന്നത് ഞങ്ങൾ ആലോചിക്കാന്നാണ് പറയുന്നത്. അവർ വരുന്ന കാര്യം കുറിച്ച് പറയുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾ ആരും വരാൻ തയ്യാറില്ല. കാരണം സ്വന്തം രാജ്യത്തെ പണം എടുത്തുകൊണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതെങ്ങനെയും തീരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. തീർക്കാൻ ഒരു ശക്തി മുൻപോട്ട് വരുന്നുമില്ല. കാരണം ഇപ്പൊ ട്രംപ് പറയുന്നുണ്ട് ചർച്ചയില്ലെന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? ഇറാൻ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങളോടൊരു ചർച്ചയേ ഇല്ല, ഞങ്ങൾ തീരുമാനിക്കുക എപ്പൊ തീർക്കണമെന്ന് എന്ന രീതിയിൽ അവരും നിൽക്കുന്നു. അതായത് ഈ ഇപ്പൊ തീർക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയ സാധനമാണ്. ഇത് തീരില്ലത്. കാരണം കരയുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ഞാൻ പലവട്ടമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇറാനെ ജയിക്കാൻ കരയുദ്ധത്തിൽ കഴിയില്ല. അമേരിക്ക ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഫുൾ ഫോഴ്സിനെ ലോകത്തുനിന്ന് മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിറക്കണം, ഇറാനിൽ കൊണ്ടിറക്കണം. പട്ടാളക്കാർ ഒരെണ്ണം കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ അമേരിക്കയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഭയങ്കര ഗുരുതരമായിരിക്കും. നമ്മൾ കണ്ടതാണ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഓരോരുത്തർ മരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വലിച്ചോണ്ട് ഓടുകയായിരുന്നു, ജീവനും കൊണ്ട് പായുകയായിരുന്നു അവിടുന്ന്. അതിന് സമാനമായ ഒരു കേസാണ്. പിന്നെ ചിലപ്പോൾ ഒരു ദ്വീപ് പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഈ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ ഇറാന്റെ അന്നമാണ്. അതിൽ കൈവച്ച് കഴിഞ്ഞ് അവർ അടങ്ങിയിരിക്കത്തില്ല. ഇന്നലെ തന്നെ അവർ UAEയുടെയും പല രാജ്യങ്ങളുടെയും എണ്ണ സംഭരണശാലയ്ക്ക് നേരെ കനത്ത ആക്രമണമാണ് അവർ നടത്തിയിരിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവർ മുങ്ങും, എല്ലാവരും കൂടെ മുക്കും. ഇതിൽ ട്രംപ് എന്ത് നേടുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ട്രംപിന് വല്ല ലക്ഷ്യമുണ്ടോ എന്ന് അറിയില്ല, കാണുമായിരിക്കും. ഇനി വല്ല രഹസ്യമായിട്ട് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് അറിയില്ല. പരസ്യമായിട്ട് ലക്ഷ്യം ഒന്നുമില്ല, ഒരു ലക്ഷ്യമില്ല. ഇറാന് പ്രതിരോധമാണ്.
ഇസ്രായേലിന് അവര് ടാർഗറ്റ് ചെയ്തത് അവര് ജയിച്ചു. ഒരു അമേരിക്ക ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ എന്താണ്? എന്തിനാ ട്രംപ് ഇറാൻ ഇങ്ങനെ കിടന്ന് ആക്രമിക്കുന്നത്? എണ്ണയും വേണ്ടേ ട്രംപ് അതാണ് ഞാൻ ഇറാനിന്? അല്ല അല്ല ഇതാണ് ഞാൻ പറഞ്ഞത്. തല കൊണ്ടിട്ട് പോയി, ഊരാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ തുടങ്ങി വെച്ചു, തീർക്കാൻ പറ്റുന്നില്ല. അത് പണ്ടും നമ്മൾ പറയുന്നതാണ്, യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, തീർക്കാൻ പാടാ. ഇവിടെ തീരുന്നില്ല. ഇവര് ഈ വാല പിടിക്കുക എന്ന് പറഞ്ഞില്ല, നമ്മുടെ സംഭവം വലിയ സിംഹവും ആനയും കടുവയൊക്കെയാണ്. ഇതിന്റെ വാലയിലാണ് ഈ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ വാല പിടിച്ചു കഴിഞ്ഞാൽ ഇത് പിടിപെടണ്ടേ? സംഭവം അമേരിക്ക വലിയ രാജ്യമാണ്, ടോപ്പാണ്, വലിയ ആയുധബലമാണ്. ഈ മോളിൽ കൂടെ ബോംബിട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കുന്നില്ല. ഇട്ടുകൊണ്ടിരിക്കാന്നുള്ള എത്ര നാൾ ഇടാൻ പറ്റും? ബോംബിംഗ് അല്ലല്ലോ, ഒന്നുകിൽ കാര്യത്തിൽ കൂടെ ഇറാൻ പിടിച്ചെടുക്കണം. അത് നടക്കുന്ന കേസുമല്ല. പിന്നെ ഇത് എങ്ങോട്ടാണ് ഈ പോക്കെന്നുള്ളതാണ്. അതായത് ഏറ്റവും അഭികാമ്യമായ മാർഗം ചർച്ചയോടെ പരിഹരിക്കാനാണ്. ചർച്ചയ്ക്കുള്ള വഴിയൊക്കെ ട്രംപ് ഒരുക്കിക്കൊണ്ട് വന്നായിരുന്നു. ഇപ്പൊ ഇറാൻ വീഴുന്നില്ല. ഇറാൻ പറഞ്ഞ് ഞങ്ങൾ ചർച്ചയ്ക്ക് ഇല്ലെന്നാ പറയുന്നത്. ഇവിടെയാണ് പ്രശ്നം. നീണ്ടുപോകും ഇത്. അത് നീണ്ടുപോകുമെന്ന് മാത്രമല്ല, ഇപ്പൊ ആർക്കും വാർത്താ പ്രാധാന്യം പോലും ഇല്ല ഇതിന്.